സേതുബന്ധനം. രചന വേദ. ഈ പാലുമായി എൻ്റെ മുറിയിലേക്ക് കയറി വരാൻ നിനക്ക് നാണമില്ലേ വേണി? പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ് സേതു. എന്തായാലും ഈ സേതുവിൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ അധിക നാൾ വാഴാമെന്ന് നീ വിചാരിക്കണ്ട കേട്ടോടി. നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിറക്കി വിട്ടിരിക്കും ഞാൻ. ഇവിടെ പൊറുപ്പിക്കല്ലടി പുല്ലേ. സേതുവായത് പറയുന്നത്. നിന്നെ കൺമുമ്പിൽ കാണുന്നത് പോലും അറപ്പാണ്. നിന്നോട് വെറുപ്പാണ് എനിക്ക്. ഒരു സെറ്റ് സാരിയും വാരിച്ചുറ്റി അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നവള്. ആദ്യ രാത്രി പാലുമായി മുറിയിലേക്ക് കയറി വന്ന വേണിയെ നോക്കി സേതുമാധവൻ അലറി. എന്തിനാ സേതുവേട്ടാ നല്ലൊരു ദിവസമായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ സാരി ഉടുപ്പിച്ചതും ഈ പാല് തന്നുവിട്ടതും അമ്മയുടെ പണിയാണ്. ഞാൻ ആവുന്നത്ര വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അമ്മ കേട്ടില്ല. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തോടെ ചെയ്തതല്ല, സത്യമായിട്ടും. അത് പറയുമ്പോൾ വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാക്കുകൾ വല്ലാത്ത വിറകൊണ്ടു. ഇന്ന് നല്ല ദിവസം. ആർക്ക്? എനിക്കോ അതോ നിനക്കോ? സേതു അവളുടെ നേർക്ക് നടന്നു വന്നതും വേണിയെ പേടിച്ചു വിറച്ചു. നിനക്ക് ചിലപ്പോൾ നല്ല ദിവസമായിരിക്കും, എന്നാൽ എനിക്കങ്ങനല്ലടി. ഇനി എന്നാണോ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതുവരേക്കും എനിക്ക് നല്ല ദിവസങ്ങൾ ഉണ്ടാവുകയില്ല. അവൻ പറഞ്ഞതും നിറഞ്ഞ മിഴികൾ ഉയർത്തിക്കൊണ്ട് അവൾ അവനെ ദയനീയമായി നോക്കി. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന്. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു. ഒടുവിൽ നിന്റെ കാല് പിടിക്കുന്ന പോലെ ഞാൻ കെഞ്ചിയതല്ലേ. എന്നിട്ട് നീ അത് കേട്ടോ? അവസാനം ഒരു ഉളുപ്പുമില്ലാതെ കതിർ മണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കാൻ നിനക്കൊട്ടും നാണം തോന്നിയില്ലല്ലേടി? ഈ സേതുമാധവന്റെ പണവും ഭാര്യാപദവിയും മോഹിച്ചാണ് നീ എന്നെ കെട്ടിയതെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴാമല്ലേ? എല്ലാം കണ്ടപ്പോൾ കണ്ണും മഞ്ഞളിച്ചോടി. അവൻ ഉച്ചത്തിൽ ചോദിച്ചു. വേണി, നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. നീ പറയുന്ന കാശ് എണ്ണി എണ്ണിത്തരാം. അതിനു പകരമായി നീ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി. മരണം വരെയും എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. സേതുമാധവന്റെ വാക്കുകൾ കേട്ട് വേണിക്ക് സങ്കടം സഹിക്കാനായില്ല. പണം മോഹിച്ചിട്ടൊന്നുമല്ല ഞാൻ സേതുവേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. സേതുവേട്ടനെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കൗമാരപ്രായം മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവായി സേതുവേട്ടൻ്റെ മുഖമല്ലാതെ വേറെ ആരുടെ മുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് വിധിച്ചതല്ലെന്ന് കരുതി ഈ മുൻപിൽ പോലും വരാതെ ഒഴിഞ്ഞു മാറി നടന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ അമ്മ പറഞ്ഞിട്ട് കാര്യസ്ഥൻ കൃഷ്ണേട്ടൻ സേതുവേട്ടൻ്റെ ആലോചനയുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അത്രയും പറഞ്ഞപ്പോഴേക്കും വേണിയുടെ ശബ്ദം വല്ലാണ്ടിടറി. ഈ ജന്മം സേതുവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവൂ. അതെൻ്റെ ഫാമ മാത്രമാണ്. നിങ്ങൾക്കൊക്കെ അവൾ മരിച്ചുപോയവളായിരിക്കും. പക്ഷെ എൻ്റെ ഫാമ ഇന്നും ഈ സേതുവിൻ്റെ നെഞ്ചിൽ ജീവിക്കുന്നുണ്ടവൾ. ഫാമയെ മറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എൻ്റെ മുന്നിൽ പോലും കണ്ടുപോകരുത് നിന്നെ. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സേതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി കണ്ണീരോടെ നിൽക്കാൻ മാത്രമേ വേണിക്ക് കഴിഞ്ഞുള്ളൂ. മാണിക്കശ്ശേരി തറവാട്ടിലെ സദാശിവൻ്റെ അംബികയുടെയും ഒരേയൊരു മകനാണ് സേതുമാധവൻ. സേതുവിൻ്റെ അച്ഛൻ സദാശിവൻ അവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ്. പിന്നീട് അവനെ ആ കുറവറിയിക്കാതെ നോക്കി വളർത്തിയതൊക്കെ അംബികയാണ്. ആ സ്നേഹവും കടപ്പാടുമൊക്കെ സേതുവിന് അമ്മയോടുണ്ട്. അമ്മ രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരുന്നത് തന്നെ നോക്കാൻ വേണ്ടിയാണെന്ന് അവനറിയാം. അതുകൊണ്ട് സേതുവിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മയാണ്. ഇന്ന് സേതുവിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു. ഒരു രണ്ടാം വിവാഹം കഴിക്കുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു. അംബികയുടെ ആത്മഹത്യാ ഭീഷണിക്കും
മുന്നിൽ വഴങ്ങിയാണ് അവൻ ഒടുവിൽ വേണിയെ വിവാഹം കഴിക്കേണ്ടി വന്നത്. മാണിക്കശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് വേണി. സേതുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആദ്യത്തെ പെണ്ണ് ഭാമയായിരുന്നു. 5 വർഷം മുമ്പാണ് ഭാമയെ അവൻ വിവാഹം ചെയ്യുന്നത്. വീട്ടുകാർ കണ്ടുറപ്പിച്ചു നടന്ന ഒരു ബന്ധമായിരുന്നു അത്. പൂർണ്ണമായും അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങിയാണ് സേതു അന്നും ആ വിവാഹത്തിന് സമ്മതിച്ചത്. ആദ്യമൊക്കെ ഭാമയെ ഉൾക്കൊള്ളാൻ പോലും അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ നിർമ്മലമായ സ്നേഹത്തിന് മുൻപിൽ അടിയറവ് പറയാതെ അവന് മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 വർഷം അവർ പരസ്പരം പ്രണയിച്ച് ജീവിച്ചു. പക്ഷെ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് ഭാമ ഗർഭിണിയായതിനു ശേഷമാണ്. ഗർഭത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് പ്രസവം വരെ അവൾക്ക് ബെഡ് റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അങ്ങനെ ഇരിക്കെ 8-ാം മാസത്തിൽ വരാന്തയിൽ നിന്നും മുറ്റത്തോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഭാമ വഴുക്കിൽ വീഴുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അവളുടെ നില അതീവ ഗുരുതരമായിരുന്നു. കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുത്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു. പക്ഷെ അതിനും 2 ദിവസം മുന്നേ തന്നെ ഭാമ മരിച്ചു പോയിരുന്നു. സേതുവിനത് വലിയൊരു ഷോക്കായിരുന്നു. ഭാമയും കുഞ്ഞുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഭാമയെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു അവർക്കന്ന് ജനിച്ചത്. പക്ഷെ കുഞ്ഞിനെ പോലും ജീവനോടെ കിട്ടാൻ അവന് യോഗമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ വർഷം 3 കഴിഞ്ഞു. വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വന്നപ്പോഴാണ് അമ്മയ്ക്ക് മകനെ കൊണ്ട് 2ാമതും കെട്ടിക്കാൻ ആഗ്രഹം തോന്നിയത്. മരിച്ചുപോയ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ ഓർമ്മയിൽ തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്ന സേതുവിനെ കണ്ടു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകൻ്റെ ജീവിതത്തിനാണല്ലോ ഏതൊരമ്മയും മുൻതൂക്കം കൊടുക്കുക. അവൻ വീണ്ടും കല്യാണം കഴിച്ച് കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്നത് കാണാൻ അംബിക അത്രയേറെ കൊതിച്ചിരുന്നു. തൻ്റെ കണ്ണടയും മുമ്പ് സേതു സന്തോഷത്തോടെ ഭാര്യയും മക്കളുമായി ജീവിക്കുന്നത് കാണാൻ അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കാര്യസ്ഥം വഴി വേണിയെക്കുറിച്ച് അംബിക അറിയുന്നത്. കൗമാരപ്രായം മുതൽ സേതുവിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയാണ് അവളെന്നും ഇന്നും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതെ അവൾ വീട്ടിൽ തന്നെ തുടരുകയാണെന്നും അറിഞ്ഞപ്പോൾ തൻ്റെ മകന് വേണി എന്തുകൊണ്ട് ചേരുമെന്ന് അംബിക ചിന്തിച്ചു. കാരണം 2ാമതൊരു കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന മകനെ മെരിക്കണമെങ്കിൽ അവനെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കുട്ടി തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എങ്കിലേ സേതുവിൻ്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കി അവൾ അവൻ്റെ കൂടെ ജീവിക്കുമെന്ന് അവർക്ക് തോന്നിയിരുന്നു. അമ്മ തനിക്ക് ഒരു പെൺകുട്ടിയെ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ സേതു പരമാവധി എതിർത്ത് നോക്കി. പക്ഷെ അംബിക ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ സേതുവിന് പിന്നെ സമ്മതിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൻ വേണിയെ പെണ്ണ് കാണാനായി പോയത്. പെണ്ണ് കണ്ട് പെണ്ണിനോട് സംസാരിക്കുമ്പോൾ അവൻ ഒരൊറ്റ കാര്യം മാത്രമാണ് അവളോട് ആവശ്യപ്പെട്ടത്. അത് കല്യാണത്തിൽ നിന്നും സ്വയം പിന്മാറണം എന്നതായിരുന്നു. പക്ഷെ അവളെക്കൊണ്ടതിന് കഴിയുമായിരുന്നില്ല. സേതു മനസ്സിൽ ഇടം പിടിച്ചു പോയതുകൊണ്ട് മറ്റൊരാളെയും തൻ്റെ ജീവിതത്തിലൊരു പുരുഷനായി അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും 30 വയസ്സായിട്ടും വേണി അവിവാഹിതയായി കഴിയുകയായിരുന്നു. അതുകൊണ്ട് ആ ആലോചന തള്ളിക്കളയാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ സേതുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാമെന്നതാണ് അവളുടെ വിശ്വാസം. പക്ഷേ തൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ വേണി മനസ്സിലാക്കുകയായിരുന്നു. കാരണം സേതുവിൻ്റെയും വേണിയുടെയും കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അവൻ അവളെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്ക് പറയും. ശക്തമായ ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു പോന്നു. വാക്കുകൾ കൊണ്ട് അവളെ പരമാവധി വേദനിപ്പിക്കാൻ ശ്രമിച്ചു. ദേഹത്ത് കൈവയ്ക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ രീതിയിലും അവൻ അവളെ കുത്തി നോവിച്ചു. ഇങ്ങനെയെല്ലാം സേതു വേണിയോട് ചെയ്തത് മനസ്സുമടുത്ത് അവൾ ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ്. പക്ഷെ നിശബ്ദം കണ്ണീർ വാർത്തുകൊണ്ട് അവൻ്റെ വാക്കുകൾ കൊണ്ടുള്ള പീഡനങ്ങൾ സഹിച്ചു. കാരണം അവൾക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു സേതുമാധവനെ. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം അറിഞ്ഞപ്പോൾ അവൾക്ക് അവനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അതെത്രത്തോളം ഉണ്ടാകുമെന്ന് മറ്റാരേക്കാളും നന്നായി അറിയുന്നവളാണ് വേണി.
അതുകൊണ്ട് സേതുവിനെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സേതുവിൻ്റെയും വേണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു. എത്രയും പെട്ടെന്ന് അവളെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് വിചാരിച്ച സേതുവിന് ഇതുവരെ വേണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞിരുന്നില്ല. താൻ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും അവൾ ഇറങ്ങിപ്പോകില്ലെന്ന് അവൻ അതോടെ ഉറപ്പായി. പിന്നീടങ്ങോട്ട് സേതു വേണിയെ പരമാവധി അവഗണിക്കാൻ തുടങ്ങി. വഴക്കു പറയാൻ പോലും അവളോട് സംസാരിക്കാതെ. അവഗണിച്ചാലെങ്കിലും അവൾ പോകുന്നെങ്കിൽ പോക്കട്ടെ എന്നാണ് സേതുവിൻ്റെ ചിന്ത. പക്ഷെ അവിടെയും അവൻ തോറ്റുപോയി. സേതു തൻ്റെ കൺമുമ്പിലുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ മാണിക്കശ്ശേരി തറവാട്ടിലെ തൻ്റെ ദിവസങ്ങൾ വേണി തള്ളി നീക്കി. വേണിയെ കല്യാണം കഴിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവളെ തൻ്റെ മകൻ ഒരു ഭാര്യയെ കണ്ടിട്ടില്ലെന്ന് അംബികയ്ക്കറിയാം. പക്ഷേ കാര്യം പറഞ്ഞ് മകനെ ഒന്ന് ഉപദേശിക്കാൻ പോലും സേതു സമ്മതിക്കാറില്ല. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ കല്യാണം കഴിച്ചു, ഇനി എന്നെ എൻ്റെ വഴിക്ക് വിടുന്നാണ് അമ്മ അതേക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ സേതു മറുപടിയായി പറയുന്നത്. അതോടെ അംബികയ്ക്ക് പിന്നെ അവനോടൊന്നും പറയാൻ പറ്റാതായി. വേണിമോക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഒരു ദിവസം വൈകുന്നേരം ഉമ്മറത്തെ ഗേറ്റിങ്ങിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന വേണിയുടെ അടുത്ത് അംബിക വന്നിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു, അമ്മയോട് എന്തിനാ എനിക്ക് ദേഷ്യം? അവളുടെ ചോദ്യം കേട്ട് വേണി വിസ്മയിച്ചു. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടി തകർന്നില്ലേ മോളെ? രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ അവൻ്റെ ഇപ്പോഴത്തെ ജീവിതമൊക്കെ മാറുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സ്വാർത്ഥമായി ചിന്തിച്ചു പോയത്. പക്ഷെ നിന്നെ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നോട് ദേഷ്യമുണ്ടോ? അത് പറയുമ്പോൾ അംബികയുടെ ശബ്ദം ഇടറി. എനിക്കമ്മയോട് ഒരു ദേഷ്യവുമില്ല. സേതുവേട്ടൻ എന്നെ ഒരു ഭാര്യയെ കാണാത്തതിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല. എത്രയ്ക്കായാലും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സേതുവേട്ടന് നഷ്ടപ്പെട്ടതല്ലേ? ആ വേദന അതെത്രത്തോളം വലുതാണെന്നുള്ളത് എനിക്കറിയാം. അതങ്ങനെ പെട്ടെന്നൊന്നും ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് പോവില്ലമ്മേ. അതുകൊണ്ട് ഏട്ടന് കുറച്ച് സമയം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. എന്തായാലും എന്നെങ്കിലും സേതുവേട്ടൻ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ്. പുറമേ കാണിക്കുന്ന ഈ വെറുപ്പും ദേഷ്യവുമൊക്കെ ഏട്ടൻ്റെ വെറും അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതം അമ്മ കാരണം നഷ്ടപ്പെട്ടെന്നോർത്ത് അമ്മ ഒരിക്കലും സങ്കടപ്പെടരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ സ്നേഹിച്ച എൻ്റെ സേതുവേട്ടനെ തന്നെ ഈശ്വരൻ എനിക്ക് ഭർത്താവായി തന്നില്ലേ? എനിക്കത് മതിയമ്മേ. ഞാൻ ജീവിതത്തിൽ സന്തോഷവതിയാണ്. വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു. നീയും ഫാമയെപ്പോലെ തന്നെയാണ് കുട്ടി. നിന്റെ ഈ സ്വഭാവം തന്നെയായിരുന്നു അവൾക്കും. പൂച്ചക്കുട്ടിയെപ്പോലെ പമ്മിയുള്ള അവളുടെ നടത്തം, ആ സ്വഭാവം, അതൊക്കെയായിരുന്നു സേതുവിനിഷ്ടം. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ എന്നെങ്കിലും നിന്നെ സ്നേഹിക്കും എൻ്റെ മകനെന്ന് എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ട് മോളെ. നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ ഒപ്പി അംബിക അകത്തേക്ക് പോയി. ദിവസങ്ങൾ പിന്നെയും ഓടി മാഞ്ഞു. സേതുവിൻ്റെയും വേണിയുടെയും ജീവിതം യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ കിടപ്പൊരു മുറിയിലാണെങ്കിലും സേതു കട്ടിലിലും വേണി നിലത്ത് പായ വിരിച്ചുമാണ് കിടക്കുന്നത്. അവൾ തനിക്കൊപ്പം ബെഡിൽ കിടക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. അത് മനസ്സിലാക്കിയ വേണി സേതു പറയാതെ തന്നെ നിലത്ത് പായ വിരിച്ച് തൻ്റെ കിടപ്പ് അവിടേക്ക് മാറ്റിയതാണ്. അതേതായാലും നന്നായി എന്ന മട്ടാണ് സേതുവിനും. താൻ എന്നൊരു മനുഷ്യജീവി ഈ മുറിയിലുണ്ടെന്നുള്ള പരിഗണന പോലും അവൻ അവൾക്ക് കൊടുത്തിരുന്നില്ല. അങ്ങനെയായിരുന്നു അവൻ്റെ പെരുമാറ്റം. അത് വേണിയുടെ ഹൃദയത്തെ ഒരുപാട് മുറിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ സങ്കടം പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വേണി കരയുകയായിരുന്നു. ആദ്യമൊക്കെ വഴക്ക് പറയാൻ വേണ്ടിയെങ്കിലും അവൻ തന്നോട് സംസാരിക്കുമല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. എന്നാൽ ഇപ്പോഴുള്ള സേതുവിൻ്റെ ഈ അവഗണന വേണിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നത്. സേതുവിൻ്റെ ചില സമയത്തെ പെരുമാറ്റം കാണുമ്പോൾ അവൻ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് പോലും വേണിക്ക് തോന്നും. സങ്കടം സഹിക്കാൻ കഴിയാതാകുമ്പോൾ അവൾ തലയിണയിൽ മുഖം പൂഴ്ത്തി ആരും അറിയാതെ പൊട്ടിക്കരയും. ചിലപ്പോൾ സേതുവിനോട്
തന്നെ എന്താ സ്നേഹിക്കാത്തതെന്ന് തുറന്നു ചോദിക്കാനൊക്കെ അവൾക്ക് തോന്നും. പക്ഷെ അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതേത് രീതിയിലാകുമെന്നറിയാത്തതിനാൽ വേണി ആ ചോദ്യം ഉള്ളിൽ തന്നെ അടക്കി പിടിച്ചു. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന്. മാത്രമല്ല, അന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. ഫാമ മരിച്ചിട്ട് അന്നേക്ക് 6ാമത്തെ വർഷം തികയുന്ന ദിവസം. അന്നത്തെ ദിവസം സേതു വീട്ടിലേക്ക് കയറി വന്നത് പാതിരാത്രി 12 മണിക്കാണ്. മൂക്കുമുട്ടി മദ്യപിച്ചാണ് അവൻ അന്നും വീട്ടിലെത്തിയത്. കുടിയും വലിയും ഒന്നും ശീലമില്ലാത്ത സേതു അന്ന് കുടിച്ചിട്ട് വന്നത് കണ്ട് വേണി ഞെട്ടിപ്പോയി. അംബിക നേരത്തെ ഉറങ്ങിയതുകൊണ്ട് മാത്രം അവൻ ആ വീട്ടിൽ കയറി വന്ന കോലം അവർ കണ്ടിരുന്നില്ല. കോളിമ്പൽ കേട്ടിരുന്ന് വാതിൽ തുറക്കുമ്പോൾ ആടിക്കൊഴിഞ്ഞു നിൽക്കുകയാണ് സേതു. അവൾ വാതിൽ തുറന്ന് ഒരു വശത്തേക്ക് മാറിക്കൊടുത്തതും അവനകത്തേക്ക് കയറി. അപ്പോൾ തന്നെ വേണി വാതിലടച്ച ശേഷം മുറിയിലേക്ക് പോകുന്ന സേതുവിനെ നോക്കി. ആടിക്കൊഴിഞ്ഞ് നടന്നിരുന്ന സേതു പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ വേണി ഓടിച്ചെന്നവനെ താങ്ങി പിടിച്ചു. എന്നെ ആരും പിടിക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനറിയാം. അതും പറഞ്ഞുകൊണ്ട് സേതു പാതി ബോധത്തിൽ വേണിയുടെ തോളിലൂടെ ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ സേതുവിന് ബോധമില്ലെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേണി അവൻ നിലത്ത് വീഴാതെ താങ്ങിപ്പിടിച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി. ശേഷം അവൾ പെട്ടെന്ന് പോയി വാതിലടച്ച് കുറ്റിയിട്ടു. എങ്ങാനും അംബിക എഴുന്നേറ്റ് വന്നിട്ട് സേതുവിനെ ഈ കോലത്തിൽ കണ്ട് മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വേണി വിചാരിച്ചു. വാതിലടച്ച ശേഷം അവൾ സേതുവിൻ്റെ അടുത്തേക്ക് വന്ന് ബെഡ്ഷീറ്റ് എടുത്ത് അവനെ പുതപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ കയ്യിൽ സേതുവിൻ്റെ പിടുത്തം വീണത്. എന്നെ പുതപ്പിച്ച് കിടത്തിയിട്ട് നീ താഴേക്ക് പോയി കിടക്കാൻ പോവാണോ? ഈ മഴയത്ത് താഴെ പരമ്പിൽ നീ തണുത്തു വിറിച്ച് കിടക്കണ്ട. ഇങ്ങി വന്നിൻ്റെ അടുത്ത് കിടക്ക് വേണി. അതും പറഞ്ഞുകൊണ്ട് സേതു അവളെ പിടിച്ച് തൻ്റെ അരികിലേക്ക് കിടത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ വേണിയൊന്ന് അമ്പരന്ന് പോയി. അവൻ്റെ സ്പർശനവും ആ ചേർത്ത് പിടിക്കലും ആദ്യമായിട്ട് അനുഭവിക്കുകയായിരുന്നു വേണി. കല്യാണം കഴിഞ്ഞ് മാസം ഇത്ര കഴിഞ്ഞിട്ടും അവളുടെ വിരൽത്തുമ്പിൽ പോലും അറിഞ്ഞോ അറിയാതെയോ സേതു തൊട്ടിട്ടില്ല. അതിനാൽ അനുകമ്പയോടെയുള്ള വാക്കുകളും തന്നെ അരികിൽ പിടിച്ച് കിടത്തിയതും ആ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് വേണി ഓർത്തുപോയി. എന്തൊക്കെയായാലും സേതുവിൻ്റെ സാമീപ്യം അവളിൽ കുളിര് കോരി. പുറത്തിടവപ്പാതി തകർത്തു പെയ്യുന്നതിനാൽ വേണിയുടെ ശരീരം കുളിർന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സേതുവിനെ പുതുപ്പിച്ചിരുന്ന പുതുപ്പിനുള്ളിൽ കയറാൻ അവൾക്ക് മടി തോന്നി. കാരണം ഇനി ഒരു പക്ഷേ അതവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അവൾ ഓർത്തു. പെട്ടെന്നാണ് വലിയൊരിടി അവിടെ മുഴങ്ങിയത്. അടുത്ത നിമിഷം മുറിയിലെ ലൈറ്റ് അണഞ്ഞു. പണ്ടു മുതലേ ഇടി പേടിയായിരുന്ന വേണി ആ വലിയ ഇടിയൊച്ചയും അതിന് പിന്നാലെ കറണ്ട് കൂടി പോയപ്പോൾ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് സേതുവിനെ കെട്ടി. സേതുവേട്ടാ, എനിക്ക് ഇടി പേടിയാ. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഫാമയ്ക്ക് നിന്നെപ്പോലെ ഇടി പേടിയായിരുന്നു. അവളും ഇങ്ങനെ ഇടി കേൾക്കുമ്പോൾ എന്നെ ഇറുക്കി കെട്ടിപ്പിടിക്കും. അത് പറയുവേ സേതുവിൻ്റെ കൈകൾ അവളെ ഇറുക്കി പുണർന്നു. അവൻ്റെ ആ ചേർത്ത് പിടിക്കൽ വേണിക്ക് എന്തെന്നില്ലാതെ ആശ്വാസം നൽകി. എല്ലാം മറന്ന് അവളൊരു പൂച്ചക്കുട്ടിയെപ്പോലെ സേതുവിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും അങ്ങനെ കിടന്നു. സേതുവിൻ്റെ കൈകൾ അവളുടെ നെറുകയെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ആ നിമിഷം വേണിക്ക് അവനോട് അതിയായ സ്നേഹം തോന്നി. താൻ ആഗ്രഹിച്ച സ്നേഹവും സാമീപ്യവും അവനിൽ നിന്ന് ലഭിച്ചത് വേണി സന്തോഷം നിറച്ചു. സേതു പുറമേ കാണിക്കുന്ന വെറുപ്പൊക്കെ അവൻ്റെ അഭിനയമാണെന്ന് അപ്പോഴത്തെ അവൻ്റെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് തോന്നി. സേതുവേട്ടാ, എനിക്ക് നിങ്ങളെ എന്തിഷ്ടമാണെന്നറിയോ? എന്തിനാ എന്നോടിങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? ഇത്ര നാളും സേതുവേട്ടൻ എന്നോട് കാണിക്കുന്ന വെറുപ്പൊക്കെ ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ വേണി? ഇത്രനാൾ നിന്നെ വേദനിപ്പിച്ചതിന് നീ എന്നോട് ക്ഷമിക്കില്ലേ? സേതുവിൻ്റെ വാക്കുകൾ ഇടറി. സേതുവേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സേതുവേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അവൻ്റെ കവളിൽ ആദ്യമായി ചുംബിച്ചുകൊണ്ട് വേണി പറഞ്ഞു. പെട്ടെന്ന് സേതു അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് വേണിയുടെ മുഖം മുഴുവനും
ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ ചുടു ചുംബനങ്ങളാൽ അവൾ സ്വയം മറന്നു. സേതുവിൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു. വേണി, ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ? അവളുടെ കാതിൽ അവൻ ചോദിച്ചു. എല്ലാ അർത്ഥത്തിലും സേതുവേട്ടൻ്റെ സ്വന്തമാകാൻ ഞാൻ എത്ര നാളായി മോഹിക്കുന്നുണ്ടെന്നോ. ഞാനും ഒരു പെണ്ണല്ലേ സേതുവേട്ട? ഈ സ്നേഹവും സാമീപ്യവും ഞാൻ കൊതിക്കാത്ത ദിവസങ്ങളില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മുഖമാണ് സേതുവേട്ടൻ്റേത്. എൻ്റെ മരണം വരെ ഞാൻ സേതുവേട്ടൻ്റെ മാത്രമായിരിക്കും. കണ്ണീരോടെ അവൾ അവൻ്റെ മുഖത്തും കവിളിലും അധരങ്ങൾ അമർത്തി. പതിയെ ഇരുവരുടെയും അധരങ്ങൾ തമ്മിൽ അമർന്നു. ആദ്യമായി അറിയുന്ന ആ അനുഭൂതിയിൽ വേണിയെല്ലാം മറന്ന് അവൻ്റെ മാത്രമായി തീരാൻ കൊതിച്ചു. സേതു പാതി ബോധത്തിലാണ് അവളിൽ ലയിച്ചുകൊണ്ടിരുന്നത്. ചെയ്യുന്നത് തെറ്റാണ്, പിന്മാറണോ എന്നൊക്കെ ബുദ്ധി ഉപദേശിക്കുമ്പോൾ മദ്യം കീഴടക്കിയ ശരീരം അവനിലെ മൃദുല വികാരങ്ങളെ ഉണർത്തി തുടങ്ങിയിരുന്നു. മെല്ലെ മെല്ലെ പൂവുടൽ പോലെയുള്ള അവളുടെ ശരീരത്തെ സേതു തഴുകി തലോടി. പിന്നെ ഒരു ചെറുനോവോടെ അവൻ വേണിയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി. സേതുവിൻ്റെ നെഞ്ചിൽ തളർന്നു മയങ്ങുമ്പോൾ സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആദ്യം ഉറക്കമുണർന്നത് സേതുവാണ്. മദ്യത്തിൻ്റെ ലഹരി അവനിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറിയിരുന്നു. കണ്ണ് തുറന്നി അവൻ ആദ്യം കാണുന്നത് തൻ്റെ നെഞ്ചിൽ തളർന്നുറങ്ങുന്ന വേണിയാണ്. ഒരു ഞെട്ടലോടെ സേതു അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അത് അടർത്തി മാറ്റാൻ നോക്കുമ്പോഴാണ് താനാണ് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞത്. തങ്ങളുടെ ശരീരത്തിൽ പുതച്ചിരുന്ന പുതപ്പ് മാറ്റി വേണിയെ അകറ്റിക്കെടുത്താൻ നോക്കുമ്പോഴാണ് തങ്ങൾ പൂർണ്ണ നഗ്നരാണെന്ന സത്യം കൂടി സേതു അറിയുന്നത്. ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. മദ്യലഹരിയിൽ തലേന്ന് രാത്രി താൻ അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് വലിയൊരു തിരിച്ചറിവ് സേതുവിനെ ആകമാനം തളർത്തിയിരുന്നു. പകപ്പോടെ വേണിയെ തൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റിക്കിടത്തിയ ശേഷം അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിലത്ത് കിടന്ന മുണ്ടെടുത്ത് വട്ടം ചുറ്റി. തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഒരു നിമിഷം ഒരു മിന്നൽ പിണർ പോലെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായിപ്പോയ ആ നിമിഷത്തെ സ്വയം ശപിച്ചുകൊണ്ട്, എൻ്റെ സേതു, നീ എന്താ കാണിച്ചു വന്നേക്കുന്നത്? കുടിച്ചു ബോധമില്ലാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി എല്ലാം നശിപ്പിച്ചല്ലോ നീ. ദേഷ്യവും അമർഷവും സഹിക്കാനാവാതെ സേതു മുടി പിച്ചി വലിച്ചു. അപ്പോഴാണ് വേണിയൊന്ന് ഞരങ്ങിക്കൊണ്ട് കണ്ണ് തുറക്കുന്നത്. അവൾ എഴുന്നേൽക്കുന്ന കണ്ടതും അവൻ പകപ്പോടെ അവളെ നോക്കി. കണ്ണ് തുറന്നതും കട്ടിലിൻ്റെ ഓരത്തിരിക്കുന്ന സേതുവിനെ വേണി കണ്ടു. അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ തുനിഞ്ഞു. അപ്പോഴാണ് വേണിക്ക് താൻ പൂർണ്ണ നഗ്നയാണെന്ന കാര്യം ഓർമ്മ വന്നത്. ശരീരത്തിൽ നിന്ന് ഊർന്നുപോയ ബെഡ്ഷീറ്റ് വലിച്ചിട്ട് നാണത്തോടെ അവൾ അവനെ നോക്കി. തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ ഒരു മിന്നൽ പോലെ വേണിയുടെ മനസ്സിലൂടെ കടന്നുപോയി. നാണത്താൽ അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. താൻ എല്ലാ അർത്ഥത്തിലും സേതുവേട്ടൻ്റെ ഭാര്യയായി മാറിയതുകൊണ്ട് ഇനി സേതുവേട്ടൻ തന്നെ പഴയതുപോലെ അകറ്റി നിർത്താതെ സ്നേഹിക്കുമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. സേതുവേട്ടൻ എപ്പോൾ എണീറ്റു? വേണി മെല്ലെ ചോദിച്ചു. നീ പോയി വേഗം ഫ്രഷായി വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവളുടെ മുഖത്ത് നോക്കാതെ സേതു ഗൗരവത്തോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടതും വേണിയുടെ മനസ്സിടിഞ്ഞു പോയി. സേതുവിൽ നിന്നൊരു ചേർത്ത് പിടിക്കലായിരുന്നു അവൾ ആഗ്രഹിച്ചത്. എന്നാൽ പതിവിന് വിപരീതമായി അവൻ ഗൗരവമായി പെരുമാറിയത് വേണിയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുമ്പോൾ സേതു അവളെ നോക്കാതെ മുഖം തിരിച്ചു. ഒട്ടൊരു നിമിഷം അവനെ നോക്കി നിന്ന ശേഷം പുതപ്പുകൊണ്ട് ശരീരം മറച്ച വേണി മാറി ധരിക്കാനുള്ള വസ്ത്രവുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഷവർ തുറന്നിട്ട് അതിൻ്റെ കീഴെ നിൽക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. സേതുവിൻ്റെ ഭാഗത്തു നിന്നും ഇനി വീണ്ടും പഴയ പോലെ വെറുപ്പുണ്ടായാൽ അതവൾക്ക് താങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല.
വേണി ബാത്റൂമിലേക്ക് കയറിപ്പോയതും അവൻ തളർച്ചയോടെ കട്ടിലേക്ക് വീണിരുന്നു. അപ്പോഴാണ് വെളുത്ത കിടക്കവരയിൽ പടർന്നു കിടക്കുന്ന ചോരക്കറി അവൻ്റെ കണ്ണിലുടക്കിയത്. ആ കാഴ്ച സേതുവിനെ വീണ്ടും തളർത്തി. അരമണിക്കൂർ എടുത്താണ് വേണി കുളിച്ച് വസ്ത്രം മാറി പുറത്തേക്ക് വന്നത്. ചുവന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ വേണി കരയുകയായിരുന്നുവെന്ന് സേതുവിന് മനസ്സിലായി. അവൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നതും സേതു അവളെ പിടിച്ച് കട്ടിലിരുത്തി. ഇന്നലെ രാത്രി മദ്യലഹരിയിൽ അറിയാതെ പറ്റിപ്പോയ തെറ്റാണ്. നീ എന്നെ തടഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടാണല്ലോ നീ എതിർക്കാതെ നിന്നത്. ഇത്രനാൾ നിന്നെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് കഴിയില്ലല്ലോ. എങ്കിലും ഇന്നലെ സംഭവിച്ച തെറ്റ് ഇനി നമുക്കിടയിൽ ആവർത്തിക്കില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരാം. ഇന്നലെ ഫാമിയുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് സങ്കടം സഹിക്കാനാവാതെ കുടിച്ചു പോയതാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. പിന്നെ ഇതിൻ്റെ പേരിൽ നീ എൻ്റെ ഭാര്യസ്ഥാനത്തേക്ക് കയറാൻ വരരുത്. ഇന്നലെ വരെ നീ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും. നിന്നെ കളങ്കപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ നീ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. കൊല്ലണമെങ്കിൽ അതും ആകാം. ഞാൻ എതിർക്കില്ല. എൻ്റെ തെറ്റാണല്ലോ എല്ലാം. അത്രയും പറഞ്ഞുകൊണ്ട് സേതു അവളുടെ കാൽക്കിലേക്ക് വീണു. സേതു ഏട്ടാ, എന്തായി കാണിക്കുന്നത്? എഴുന്നേക്ക്. എന്തിനാ എൻ്റെ കാലൊക്കെ പിടിക്കുന്നത്? ഇന്നലെ സേതുവേട്ടൻ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പെരുമാറിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ മനസ്സിൽ എന്നോട് ഒരിത്തിരി സ്നേഹം ഉണ്ടായിരിക്കുമെന്നാണ്. ഞാനൊരു പെണ്ണല്ലേ സേതുവേട്ട, എനിക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ? സേതുവേട്ടനൊന്ന് ചേർത്ത് പിടിക്കുന്നത് ഞാൻ എത്രയോ നാളുകളായി സ്വപ്നം കണ്ടു. അതുകൊണ്ട് സേതുവേട്ടനും ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് എതിർക്കാൻ തോന്നിയില്ല. ഞാനും അതെല്ലാം ആഗ്രഹിച്ചു പോയിരുന്നു. എന്തായാലും അതിൻ്റെ പേര് ഞാൻ സേതുവേട്ടനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നീട് ഒരു നിമിഷം പോലും അവൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ശക്തി വേണിക്കില്ലായിരുന്നു. സേതുവിനും അവളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരിരുവരും തമ്മിൽ സംസാരങ്ങളോ നോട്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സേതു അറിയാതെ വേണിയും വേണി അറിയാതെ സേതുവും തമ്മിൽ നോക്കാറുണ്ട്. പക്ഷേ ഇരുവരും പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവരറിഞ്ഞിരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ വേണിയോട് ചെയ്തു പോയതിനൊക്കെ സേതു 1000 വട്ടം മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും അവളോട് അങ്ങനെ അടുക്കണമെന്ന് അവൻ മനസ്സിൽ പോലും ചിന്തിച്ചതല്ല. അവളോട് ചെയ്തു പോയതോർത്ത് സേതു കുറ്റബോധത്താൽ നീറി കഴിഞ്ഞു. പക്ഷെ വേണിയുടെ കാര്യമായിരുന്നു ഏറ്റവും കഷ്ടം. ആ ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നും സേതുവിൻ്റെ സ്നേഹം ഇനി തനിക്ക് കിട്ടുമെന്നും ആഗ്രഹിച്ച് കൊതിച്ചിരുന്നവൾക്ക് വലിയൊരു പ്രഹരമായിരുന്നു ഏറ്റത്. അതായിരുന്നു അവൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം. എന്തായാലും പിന്നീട് സേതു കുടിച്ചിട്ട് വന്നിട്ടേയില്ല. മനസ്സിലെ വേദന സഹിക്കാൻ കഴിയാതെ അവൻ ഇടയ്ക്ക് 1-2 തവണ കുടിച്ചിരുന്നെങ്കിലും അന്നത്തെ ദിവസം അവൻ വീട്ടിലേക്ക് വന്നില്ല. പഴയതുപോലെ വീണ്ടും അബദ്ധം സംഭവിച്ചാലുമെന്ന് പേടിച്ചാണ് സേതു അങ്ങനെ ചെയ്തത്. ആ സംഭവത്തിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. ഈ 2 മാസവും വേണിക്ക് പീരിയഡ്സ് ആയിട്ടില്ല. ഒടുവിൽ താൻ ഗർഭിണിയാണോ എന്ന സംശയം തോന്നിയ വേണി ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കി. അതിത്തെളിഞ്ഞ 2 പിങ്ക് വരകൾ അവളുടെ കണ്ണുകളെ ഈർന്നണിയിച്ചു. സേതുവേട്ടൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ ജന്മം കൊണ്ടെന്ന തിരിച്ചറിവിൽ വേണി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ വിവരം ആദ്യം സേതുവിനോട് തന്നെ പറയണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ രാത്രി ഏറെ വൈകിട്ടും സേതുവിനെ കാത്തവൾ ഉമ്മർത്ത് തന്നെയിരുന്നു. അന്ന് രാത്രി പതിവിലും വൈകിയാണ് അവൻ വീട്ടിലെത്തിച്ചേർന്നത്. വന്ന പാടെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ റൂമിലേക്ക് പോയി
വസ്ത്രം മാറി കിടക്കാനായി തയ്യാറെടുത്തു. സേതുവേട്ടാ, എനിക്ക് സേതുവേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ പിന്നാലെ മുറിയിലേക്ക് വന്ന വേണി പറഞ്ഞു. എന്താ? സേതു അവളെ നോക്കി. അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി വേണി തൻ്റെ കൈക്കുള്ളിൽ വെച്ചിരുന്ന പ്രഗ്നൻസി കിറ്റ് അവൻ്റെ നേരെ നീട്ടി കാണിച്ചു. 2 പിങ്ക് വരകൾ തെളിഞ്ഞ പ്രഗ്നൻസി കിറ്റ് വേണിയുടെ കയ്യിലിരിക്കുന്നത് കണ്ട് സേതു ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കരുതെന്ന് താൻ ആഗ്രഹിച്ച് അത് തന്നെ നടന്നുവെന്ന് വലിയൊരു തിരിച്ചറിവ് അവനുണ്ടായി. 2 മാസമായിട്ടും പീരിയഡ്സ് ഉണ്ടായില്ല. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു. ഇന്നാ നോക്കിയത്. അപ്പോൾ ഈ കാര്യം ആദ്യം ഏട്ടനോട് തന്നെ പറയണമെന്ന് തോന്നി. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. ഈ കുഞ്ഞ് വേണ്ട വേണി, നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. മുറുകിയ മുഖത്തോടെ സേതു പറഞ്ഞു. അവൻ്റെ മറുപടി അക്ഷരാർത്ഥത്തിൽ വേണിയെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. ഈ വിവരം അറിയുമ്പോൾ സേതുവിന് സന്തോഷമാകുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കുഞ്ഞിനെ കളയാമെന്ന മറുപടി വേണി ഒട്ടുമേ പ്രതീക്ഷിച്ചിരുന്നില്ല. സേതുവേട്ടൻ ഇത്ര ക്രൂരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സേതുവേട്ടൻ്റെ ചോറ് തന്നെയില്ലേ എൻ്റെ വയറ്റിൽ? എന്നിട്ട് അതിനെ കൊല്ലാൻ എങ്ങനെ പറയാൻ തോന്നി നിങ്ങൾക്ക്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വളർത്തും. ഇനി സേതുവേട്ടൻ ഞാൻ എന്തെങ്കിലും അവകാശം സ്ഥാപിക്കാനാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്ക്. എനിക്ക് സേതുവേട്ടൻ്റെ ഭാര്യസ്ഥാനവും വേണ്ട, യാതൊന്നും വേണ്ട. ഞാനും കൂടി പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ട് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ വയറ്റിൽ ജനിച്ചത്. അതുകൊണ്ട് എന്നോട് എന്തോ പാപം ചെയ്തു പോയി, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും മറക്കണം. ഞാനും എൻ്റെ കുഞ്ഞ് ഒരു ശല്യത്തിനും വരില്ല. 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ് വരെ ഞാനിവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പ്രസവത്തിന് എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. എന്തായാലും ഞാൻ പോകാൻ കാത്തിരുന്നില്ലേ സേതുവേട്ടൻ? അന്നൊന്നും എനിക്ക് വിട്ടുപോകാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലാൻ സേതുവേട്ടൻ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പ്. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു 7 മാസം കൂടി നിങ്ങളെന്നെ സഹിച്ചാൽ മതി. ഞാനിവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോക്കോളാം. അവളുടെ വാക്കുകൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. വേണിയോട് എന്തു മറുപടി പറയണമെന്നറിയാതെ സേതു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു കളയുമെന്ന് അവൻ വിചാരിച്ചതല്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇങ്ങനൊരവസ്ഥ നിനക്കുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നു മാറിയത്. എന്നിട്ട് അവസാനം അതുതന്നെ നടന്നു. നീ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്നതിനോടോ പ്രസവിക്കുന്നതിനോടോ എനിക്ക് യാതൊരു താല്പര്യവുമില്ല വേണി. എനിക്ക് പേടിയാണ്. സേതു സ്വയം പെറുപെറുത്തു. അവൻ്റെ മനസ്സിലേക്ക് ഭാമയുടെ മുഖം കടന്നു വന്നു. ഭാമയ്ക്കുണ്ടായ അതേ വിധി നിനക്കും ഉണ്ടായാൽ ഞാൻ എങ്ങനത് സഹിക്കും വേണി? ഒരു ജീവൻ കൂടി കുരുതി കൊടുത്ത് ആ പാപവും പേറി ഞാൻ പിന്നെയും ജീവിക്കണ്ടേ? എൻ്റെ ചോരയിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാനിതിനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞത്. നിന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്ന് പേടിച്ചാണ്. നിനക്കറിയാലോ, എൻ്റെ ഭാമയെ എനിക്ക് നഷ്ടപ്പെട്ടത് അവൾ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. ഇനിയൊരു നഷ്ടം കൂടി താങ്ങാൻ എനിക്ക് കഴിയില്ല. പക്ഷെ നിന്നെ എന്തു പറഞ്ഞ് പിന്തിരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സേതു കുറ്റബോധത്തോടെ തലയിൽ കൈവച്ചിരുന്നു. ദിവസങ്ങൾ പിന്നെയും ഓടിമാഞ്ഞു. ഗർഭിണിയായെന്നറിഞ്ഞതോടെ അംബിക സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും വയ്യുന്ന അവസ്ഥയിലായി. തങ്ങൾക്കിടയിൽ എങ്ങനെയാണിത് സംഭവിച്ചതെന്ന സത്യാവസ്ഥ വേണി അംബികയോട് തുറന്നു പറഞ്ഞു. അതോടെ മകൻ്റെ മനസ്സിൽ അവൾക്ക് സ്ഥാനമുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. അതിനാൽ അവരുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ അകൽച്ചയും മാറി അവൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് അംബിക ഉറച്ചു വിശ്വസിച്ചു. വേണിക്ക് 7-ാം മാസമായപ്പോൾ ആഘോഷപൂർവ്വം തന്നെ ആ ചടങ്ങ് നടത്തി അവളെ അവരുടെ വീട്ടിലേക്ക് അയച്ചു.
തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ സേതുവിൻ്റെ ഒരു പിൻവിളി വേണു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവനിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് വേണിയിൽ വളരെയേറെ വിഷമിപ്പിച്ചെങ്കിലും അവൾ അതോർത്ത് ദുഃഖിതയായി ചടഞ്ഞുകൂടാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യപൂർവമായ ജനനത്തിനായി പരമാവധി മനസ്സിനെ അവൾ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. വേണിയില്ലാത്ത വീട് സേതുവിനെ ഭ്രാന്തി പിടിപ്പിക്കാൻ തുടങ്ങി. അവൾ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് അത്രയും നാൾ അവൾ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ താൻ അനുഭവിച്ചിരുന്ന മനസ്സമാധാനവും സന്തോഷവുമൊക്കെ അവൻ തിരിച്ചറിഞ്ഞത്. കൺമുമ്പിൽ അവൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഗർഭിണിയായ വേണിയുടെ കാര്യോർത്ത് സേതുവിന് ആദ്യം ഉണ്ടായിരുന്നില്ല. അവളോട് മിണ്ടാനും സംസാരിക്കാനും അടുപ്പം കാണിക്കാനും ചെന്നില്ലെങ്കിലും അവൻ്റെ ഒരു കണ്ണിപ്പോഴും ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവളിലായിരുന്നു. പക്ഷേ വേണി ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവനെ അതൊരു വലിയ ശൂന്യതയായി ബാധിച്ചു. അംബിക ഫോണിൽ വിളിച്ച് വേണിയോട് സംസാരിക്കുമ്പോൾ അവൻ മറിഞ്ഞു നിന്ന് എല്ലാം കേട്ട് അവൾ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞ് ആശ്വാസം കൊള്ളുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവൻ അങ്ങോട്ട് വിളിക്കാനോ അവളോട് മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനോ മുതിർന്നില്ല. കാരണം താൻ അവളോടടുത്താൽ അത് വേണിയുടെ ജീവൻ ആപത്താകുമെന്ന് അവൻ വിശ്വസിച്ചു. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടികളെയെല്ലാം സ്വന്തമാക്കുന്നത് ഒരു ശാപം പോലെ അവനെ പിന്തുടരുന്നുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് സേതു വേണിയിൽ നിന്ന് അകലം പാലിച്ചതും അവളോട് സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നത്. വേണിക്ക് 8-ാം മാസം തുടങ്ങി 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകുന്നതാണ്. അന്നും അവൾ രാവിലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഭാമ പണ്ട് പടിക്കെട്ടിൽ കാലുവഴിക്ക് വീണതുപോലെ അവളും വരാന്തയിലെ പടിക്കെട്ടിൽ കാലിടറി തെന്നി മലർന്നടിച്ച് വീണു. വീഴ്ചയിൽ വയറ് നന്നായി ഇടിച്ചതിനാൽ വേണിയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. വരാന്തയുടെ കൈവിരിയിൽ പിടിച്ച് അവൾ മെല്ലെയാണ് ഇറങ്ങിയത്. പക്ഷേ മഴ പെയ്ത് മുറ്റത്തും പടിയിലുമൊക്കെ ആകെ വെള്ളമുണ്ടായിരുന്നു. അതിൽ കാല് തന്നെയാണ് നിലതെറ്റി അവൾ വീണുപോയത്. അവളെ ആശുപത്രിയിലേക്ക് ചെക്കപ്പിന് കൊണ്ടുപോകാൻ വന്നത് സേതുവായിരുന്നു. അവൻ മൊത്തത്തിൽ വണ്ടി വളയ്ക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വയറടിച്ച നേരത്തേക്ക് വെപ്രാളത്തോടെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. വേണിയെന്ന് അവൻ അലറി വിളിച്ചു. വേണിയുടെ കാലിനടിയിലൂടെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വേദന സഹിക്കാനാവാതെ അവൾ ഉറക്കെ നിലവിളിച്ചു. പണ്ട് ഇതുപോലെ ഭാമ വീണത് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ വീഴ്ചയിലാണ് വിധി അവളെ അവനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ വീണ്ടും അതേ വിധി വേണിയെയും. സേതു ഭയന്നു വിളറി. ചോരയെ കുളിച്ചു കിടക്കുന്ന വേണിയെ അവൻ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കാറിലേക്ക് കിടത്തി. അതിനിടയിൽ ശബ്ദം കേട്ട് അവിടെ എത്തിയ വേണിയുടെ അച്ഛനും അമ്മയും അലമുറയിട്ട് കരയാൻ തുടങ്ങി. അവർ മൂവരും കൂടി ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ വേണിയെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും അവൾക്ക് ബോധമുണ്ടായിരുന്നു. സ്ട്രക്ചറിൽ കിടത്തി അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകവേ സേതു അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. സേതുവേട്ടൻ്റെ ഭാമ പോയതുപോലെ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും. പക്ഷെ സേതുവേട്ടൻ്റെ കുഞ്ഞിനെ ഞാൻ ജീവനോടെ ഈ കൈകളിൽ ഏൽപ്പിച്ച് തന്നിട്ടേ പോകൂ. എന്നോടുള്ള വെറുപ്പ് ആ കുഞ്ഞിനോട് കാണിക്കരുത്. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കൊടുത്ത് സേതുവേട്ടൻ അവളെ വളർത്തണം. ഇതെൻ്റെ അവസാന ആഗ്രഹമായിട്ട് കാണണം. എന്തായാലും ജീവനോടെ ഞാൻ ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയല്ലേ സേതുവേട്ടൻ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഞാൻ ജീവനോടെ വീണ്ടും തിരിച്ചു വന്നാൽ സേതുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവരുടെയും നിർബന്ധത്താൽ എനിക്കിടിച്ചു കയറി വരേണ്ടി വന്നേക്കാം. ആ അവസ്ഥ ഒഴിവാക്കാൻ ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എൻ്റെ ശല്യം സേതുവേട്ടനുണ്ടാവില്ല. സേതുവേട്ടൻ്റെ കുഞ്ഞിനെ തന്നിട്ടേ ഞാൻ പോവൂ. വേണിയുടെ ശബ്ദം ഇടറി. വേദനയ്ക്കിടയിൽ ഞെരങ്ങിക്കൊണ്ടാണ് അവൾ അത്രയും പറഞ്ഞത്. ഇങ്ങനൊന്നും പറയല്ലേ വേണി. ഇതുപോലൊരവസ്ഥയിൽ നിന്നെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്
ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഈ സേതു നിനക്കായി ഇവിടെ കാത്തിരിക്കും. നീ ജീവനോടെ തിരിച്ചു വന്നേ മതിയാകൂ. നിന്നെ കൂടി നഷ്ടമായ പിന്നെ ആ പാപവും പേറി ഈ സേതു ജീവിച്ചിരിക്കില്ല. അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് സേതു പറയുകയാണ്. അതിന് മറുപടിയായി വേണി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ ബോധം നഷ്ടമായിരുന്നു. അപ്പോഴേക്കും അവർ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തി. വേണിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സേതു നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു. കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും അവളെ ജീവനോടെ തിരികെ നൽകണമെന്ന പ്രാർത്ഥനയിലാണ് അവൻ നിന്നത്. നിർണായകമായ മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ജീവനോടെ തന്നെ വേണിയുടെ വയറ്റിൽ നിന്നും അവരുടെ പൊന്നോമനകളെ പുറത്തെടുത്തു. വേണിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിലും 48 മണിക്കൂറിന് ശേഷം അവൾ അപകടനില തരണം ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. അതുവരെ നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ചതുപോലെ കടുത്ത മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം അനുഭവിക്കുമായിരുന്നു സേതു. വേണി അപകടനില തരണം ചെയ്തെന്ന് കേട്ടപ്പോഴാണ് അവന് ആശ്വാസമായത്. അത്രയും നാൾ അവളോട് കാണിച്ച അവഗണനയും വെറുപ്പുമൊക്കെ ഓർക്കും തോറും സേതുവിൻ്റെ നെഞ്ച് നീറിപ്പുകഞ്ഞു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് വേണിക്ക് ബോധം തെളിഞ്ഞത്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണിയെ കാണാമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ടതും സേതു അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. വേണി, ആർദ്രമായി സേതു വിളിച്ചു. സേതുവേട്ട, ഞാൻ മരിച്ചില്ല സേതുവേട്ട. എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. വേണിയുടെ അതിരങ്ങൾ മന്ത്രിച്ചു. അങ്ങനൊന്നും പറയരുത് വേണി. നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടാൻ ഞാൻ ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ചു, എന്തൊക്കെ നേർച്ചകൾ നേർന്നു. ഇതൊന്നും എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ മോളെ കാണാതെ നിനക്കിങ്ങനെ പോവാൻ കഴിയോടി? സേതുവിൻ്റെ ശബ്ദം ഇടറി. സേതുട്ടൻ കണ്ടോ നമ്മുടെ മോളെ? കണ്ടു. എന്നെപ്പോലെ ഒരു സുന്ദരിക്കുട്ടിയാണ്. സേതു ചിരിച്ചു. അവൻ്റെ ചിരി കണ്ടപ്പോൾ വേണിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിട. നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എനിക്ക് മാപ്പ് തരണം. കാല് പിടിച്ച് ഞാൻ ക്ഷമ ചോദിക്കാം. പക്ഷേ നിന്നെ അകറ്റി നിർത്തിയതിന് ഒരു കാരണമുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു വേണി. 4 വർഷം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചു. ഒടുവിൽ 2 പേരും പറഞ്ഞ് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൺമുമ്പിൽ വെച്ച് അവൾ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോകുന്നത്. അതിനുശേഷം 3 വർഷങ്ങൾക്കിപ്പുറം അമ്മയുടെ നിർബന്ധം കാരണം മാമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആദ്യമൊക്കെ അവളെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നീട് അവളുടെ നിസ്വാർത്ഥമായ സ്നേഹം കണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷേ ആ സ്നേഹത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഗർഭിണിയായിരിക്കുമ്പോഴാണ് സ്റ്റെപ്പിൽ നിന്നും വീണ് അവൾ മരിക്കുന്നത്. ഞാൻ സ്നേഹിച്ച 2 പെൺകുട്ടികളും അപകടം മൂലം മരിച്ചത് എൻ്റെ ദോഷം കൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ അവസ്ഥ നിനക്കും വരരുതെന്ന് കരുതിയാണ് നിന്റെ സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചത്. നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നീ ഗർഭിണിയായാൽ ഫാമയ്ക്കുണ്ടാകുന്ന അതേ അവസ്ഥ നിനക്കും വരുമോ എന്ന് ഞാൻ ഭയന്നു പോയി. അത് പേടിച്ചാണ് ഞാൻ അകറ്റി നിർത്തിയതും. എന്നിട്ടും നിനക്കത് തന്നെ ഉണ്ടായില്ലേ? പക്ഷേ ഇനി ഒന്നിൻ്റെ പേരിലും ഞാൻ നിന്നെ അകറ്റി നിർത്തില്ല വേണി. ഈ നെഞ്ചു നിറയെ ഇപ്പം നീ മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും നിന്റെ കണ്ണു നിറയ്ക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കില്ല. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ. പഴയതുപോലെ എൻ്റെ വേണിയെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി അവൻ പറഞ്ഞു. എനിക്കൊന്നിനും ഒരു പരാതിയില്ല സേതുവേട്ട. സേതുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്നത് നന്നായി എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പോലും. അതുകൊണ്ടല്ലേ എൻ്റെ സേതുവേട്ടൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
കരയരുത് വേണി. ഇനി നിന്റെ കണ്ണുകൾ നിറയാൻ പാടില്ല. ഇത്രനാളും നിന്നെ വേദനിപ്പിച്ചു. ഒക്കെ മറക്കണം. വേണിയെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. അപ്പോഴേക്കൊരു സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഫീഡ് ചെയ്യണ്ടേ, ആൾക്ക് വിശക്കുന്നുണ്ട്. സിസ്റ്റർ വന്നിട്ട് കുഞ്ഞിനെ അവളുടെ അരികിൽ കിടത്തി. വേണി മെല്ലെ ഒന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചു. പക്ഷേ വേദന കാരണം അവളുടെ മുഖം ചൊളിഞ്ഞു. സേതു പെട്ടെന്ന് അവളെ അവൻ്റെ വലം കൈയിൽ താങ്ങിക്കൊണ്ട് നേരെ ഇരുത്തി. സൂക്ഷിച്ച് മെല്ലെ അവൻ അവളെ തന്നിലേക്ക് ചേർത്തിരുത്തിയ ശേഷം കുഞ്ഞിനെ എടുത്തവളുടെ മടിയിൽ വെച്ചു. അച്ചയുടെ പൊന്നെ. അവൻ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് തലോടി. അപ്പോഴേക്കും ആ കുഞ്ഞി മിഴികൾ തുറന്ന് വാവ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും സേതുവും വേണിയും നിറഞ്ഞ പുഞ്ചിരിയോടെയിരുന്നു. പുതിയൊരു ജീവിതം പടുത്തുയർത്തുവാൻ സേതു തൻ്റെ പാതിയെയും കുഞ്ഞിപ്പെണ്ണിനെയും ചേർത്ത് പിടിച്ചു.